ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല 28/6/2025 പ്രസ് റിലീസ് അപ്ഡേറ്റുകൾ നോക്കാം. ആദ്യം തന്നെ ഒന്നാം വർഷ ബിരുദ പ്രവേശനം 2025 റിലേറ്റ് ചെയ്ത് സ്പോർട്സ് കോട്ട പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് ജൂൺ 30 12 മണിക്ക് നിങ്ങൾ കോളേജിൽ ഹാജരാകേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2024 ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ MSc മാത്തമാറ്റിക്സ് മെയിൻസ് ചാൻസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടനിക്ക് ജൂലൈ 7 വരെ കേരള യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. 2025 മാർച്ചിൽ നടത്തിയ PhD കോഴ്സ് വർക്ക് ഡിസംബർ 2024 സെക്ഷൻ പരീക്ഷാഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. PhD രജിസ്ട്രേഷൻ ജൂലൈ 2025 സെക്ഷൻ ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. ജൂലൈ 2025 സെക്ഷൻ PhD രജിസ്ട്രേഷൻ ഒഴികെയുള്ള വിഷയങ്ങളിൽ ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. 2025 ജൂലൈ 1 മുതൽ 15 വരെ വൈകുന്നേരം 5 മണി വരെ സർവകലാശാലയുടെ റിസർച്ച് പോർട്ടൽ വെബ്സൈറ്റിൽ www.research.kerala.ac.in അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ റിസർച്ച് പോർട്ടൽ വെബ്സൈറ്റ് നിലവിൽ പ്രൊഫൈൽ തയ്യാറാക്കാത്തവർക്ക് അതിനുള്ള ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് റിസർച്ച് പോർട്ടൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റില്ലാതെ വിഷയങ്ങളിൽ അപേക്ഷിച്ചവർ ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും 2025 ജൂലൈ 16 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് സർവകലാശാലയിൽ സമർപ്പിക്കേണ്ടതാണ്. 2025 ജൂലൈ 2 ആരംഭിക്കുന്ന BA 1 ഉം 2 വർഷ പാർട്ട് 1 പാർട്ട് 2 ആനുവൽ സ്കീം പരീക്ഷകൾക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് UIT ETY എന്ന പരീക്ഷാ കേന്ദ്രത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ തോന്നിക്കൽ MJ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലും UIT കാഞ്ഞിരംകുളം പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ധനുവച്ചരം VTNMS കോളേജിലും UIT പള്ളിക്കൽ കിളിമാനൂർ പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ കല്ലമ്പലം KTCT ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും UIT മണ്ണടി പത്തനംതിട്ട പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ UIT കൊട്ടാരക്കരയിലും PMS പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ കോളേജ് കടക്കൽ പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിലമേൽ NSS കോളേജിലും പരീക്ഷ എഴുതേണ്ടതാണ്. BCom പുതുക്കിയ പരീക്ഷാ കേന്ദ്രം ജൂലൈ 2 ആരംഭിക്കുന്ന BCom ആനുവൽ പാർട്ട് 1 and 2 പരീക്ഷകൾക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പരീക്ഷാ കേന്ദ്രമായി അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ബിഷപ്പ് യേശുദാസൻ CSS ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുളയറയിലും UIT മണ്ണടി വേലുത്തുമ്പ മെമ്മോറിയൽ UPS കോളേജ് പരീക്ഷാ കേന്ദ്രം അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ UIT അടൂരിലും MGM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കടന്നംകുളം പരീക്ഷാ കേന്ദ്രമായി അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഗവൺമെൻറ് കോളേജ് കാര്യവട്ടത്തും UIT കാഞ്ഞിരംകുളം പരീക്ഷാ കേന്ദ്രമായി അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ KNM ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും കാഞ്ഞിരംകുളത്തും പരീക്ഷ എഴുതേണ്ടതാണ്. ഇവ ഇത്രയുമാണ് ഇന്നത്തെ പ്രസ് റിലീസ് അപ്ഡേറ്റുകൾ. കൂടുതൽ ഒഫീഷ്യൽ ഇൻഫർമേഷന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.